ഇറാനും അതേപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണെങ്കിൽ, യുദ്ധം നടക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നത് ഈ പശ്ചിമേഷ്യയിലെ US-ൻ്റെ താവളങ്ങളെയാണ്. ഇറാനിൽ അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ ഈ സൈനിക താവളങ്ങളെല്ലാം ആക്രമിക്കും എന്നുള്ള ഒരു ഭീഷണി നേരത്തെ തന്നെ മുഴക്കിയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ യുദ്ധത്തിൽ പങ്കാളിയാകരുത് എന്ന് ഗൾഫ് രാഷ്ട്രങ്ങളടക്കം അമേരിക്കയോട് പറഞ്ഞിരുന്നത്. US-ന് പശ്ചിമേഷ്യയിൽ ഏകദേശം 40,000-നും 50,000-നും ഇടയിൽ സൈനികർ ഉള്ള ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, സൗദി അറേബ്യ, UAE, ഈജിപ്ത്, ജോർദാൻ തുടങ്ങി ഇറാഖ് എന്നിവിടങ്ങളിലായിട്ടുള്ള 19ഓളം താവളങ്ങളുണ്ട്. ഇതിൽ 8 സ്ഥിര താവളങ്ങളും അതേപോലെ തന്നെ ബാക്കി താൽക്കാലിക ബേസുകളുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താവളങ്ങൾ ഇവയാണ്. നോക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ സൈനികരുള്ള താവളങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഒന്ന് ഖത്തറിലെ അൽ ഉദൈദാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ US താവളമാണ് അൽ ഉദൈദ് എന്ന് പറയുന്നത്. 1996 സ്ഥാപിക്കപ്പെട്ടു. 100-ലധികം യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവ ഇവിടെ വിന്യസിച്ചിരിക്കുന്നു. US-ന്റെ സെൻട്രൽ കമാൻഡിൻ്റെ സെൻകോമിൻ്റെ മേഖലാ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ യുദ്ധങ്ങൾക്ക്, US ഓപ്പറേഷനുകൾക്ക് കേന്ദ്ര ഹബ്ബായി പ്രവർത്തിച്ചത് ഈ പറയുന്ന അൽ ഉദൈദ് എന്ന് പറയുന്ന ഖത്തറിലെ ഈ താവളമായിരുന്നു. 13,000-ഓളം വരുന്ന US സൈനികർ ഖത്തറിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് US-ന്റെ നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റിയാണ് NSA എന്ന് പറയുന്നത്. ബഹ്റൈനിലാണ്. US നേവിയുടെ 5th ഫ്ലീറ്റിൻ്റെ ആസ്ഥാനമായി ഇത് നിലകൊള്ളുന്നു. ഈ മേഖലയിലെ കപ്പലുകൾ, വിമാനങ്ങൾ, വിദൂര സൈറ്റുകൾ എന്നിവയ്ക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. മുൻ ബ്രിട്ടീഷ് നേവൽ ബേസിൻ്റെ സ്ഥാനത്താണ് ഈ താവളം നിലകൊള്ളുന്നത്. ഇറാനെതിരായ നേവൽ ഓപ്പറേഷൻ നടത്താൻ അമേരിക്ക കരുതുകയാണെങ്കിൽ അതിന് ഏറ്റവും എളുപ്പമുള്ള തന്ത്രപ്രധാന ഇടം കൂടിയാണ് ഈ NSA, ബഹ്റൈനിലെ NSA എന്ന് പറയുന്നത്. മറ്റൊന്ന് കുവൈത്തിലെ അരീഫ് ജാൻ എന്ന് പറയുന്ന ക്യാമ്പാണ്. ക്യാമ്പ് അരീഫ് ജാൻ ആണ്. 1999 ഇത് സ്ഥാപിതമായത്. US ആർമിയുടെ പ്രധാന ലോജിസ്റ്റിക്, സപ്ലൈ, കമാൻഡ് എന്നിവയുടെ ഹബ്ബായി, അതേപോലെ തന്നെ സെൻകോമിൻ്റെ മേഖലാ ഓപ്പറേഷനുകൾക്കുള്ള താവളമായി കുവൈത്തിലെ ഈ അരീഫ് ജാൻ നിലകൊള്ളുകയാണ്. മറ്റൊന്ന് UAE-യിലെ അൽ ലഫ്ര എന്ന് പറയുന്ന കേന്ദ്രമാണ്. ലഫ്ര ബേസ് US-ന്റെ പ്രധാന താവളങ്ങളിൽ ഒന്നാണ്. യുദ്ധവിമാനങ്ങളുടെ ഓപ്പറേഷനുകൾക്ക് ഉപയോഗിക്കുന്നു. F-22 അടക്കമുള്ള പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റുകൾ, ഡ്രോണുകൾ എന്നിവ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തുർക്കിയയിൽ വേറെയുമുണ്ട് 2,500 പേർ, സിറിയയിൽ 2,000 ആളുകൾ, ജോർദാനിൽ 3,000, സൗദിയിൽ 3,000, ഇറാഖിൽ 6,000. ഇങ്ങനെ വരുന്ന 40,000-ഓളം സൈനികർ ഉണ്ട്, US സൈനികർ ഈ മേഖലയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അത് വിന്യസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ US-ന്റെ ഭീഷണി എന്ന് പറയുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ അമേരിക്ക ഈ മേഖലയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവിടങ്ങളിലെല്ലാം ആക്രമിക്കും എന്നുള്ളതാണ്. ഇറാൻ ഭീഷണി മുഴക്കിക്കഴിഞ്ഞു. ഏത് സമയവും വേണമെങ്കിൽ ആക്രമിക്കാം. അതുകൊണ്ട് അമേരിക്ക ഇവിടെ പങ്കാളിയാകരുത്. ഞങ്ങൾക്ക് ഈ മേഖലയിലെ ഏതൊരാളും, US പൗരനും ഞങ്ങളുടെ ശത്രുവാണ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും അർത്ഥത്തിൽ അമേരിക്ക ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ കളി മാറും. അത് വൻതോതിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. ഗൾഫിൻ്റെ നിലവിലുള്ള സ്ഥിതിയെയും സാമ്പത്തിക മേഖലയെയും ആകെ തകർക്കുന്നതായിരിക്കും. ആ തരത്തിലേക്ക് ഇറാൻ പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം.